ഹലോ ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞ പ്രകാരം നമ്മുടെ ചന്ദ്രമതിയും അച്ഛനും കൂടെ, നമ്മുടെ രവീന്ദ്രനും കൂടെ ദൂരെ ഒരു ക്ഷേത്രത്തിൽ നമ്മുടെ ശ്രുതിക്ക് വേണ്ടി എന്തോ വഴിപാട് കഴിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പോകുകയാട്ടോ. അപ്പൊ നമ്മുടെ സച്ചി എടുത്ത് വായിക്കും, ചോദിക്കുന്നുണ്ട്, ഇവിടത്തെ ദൈവങ്ങളൊന്നും ശ്രുതിനെ പറ്റി പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടാണോ ദൂരെ ക്ഷേത്രത്തിൽ പോയി അമ്മ വഴിപാടൊക്കെ നേർന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. പിന്നെ അച്ഛനും അമ്മയും അങ്ങോട്ട് പോകുന്നുണ്ട്. സച്ചി അപ്പോൾ ഓട്ടോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആദ്യമോൻ്റെ ഒപ്പം ഇരിക്കാൻ വേണ്ടി വീട്ടിൽ വരികയാട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഒരു തിരിച്ചടി കിട്ടി. അങ്ങനെ തന്നെ ശ്രുതി കൂട്ടുകാരെ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, എടി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് സച്ചിനെ വിളിപ്പിക്കാം, ഒരു ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പൊ സച്ചി അവിടെ നിന്ന് പോകുമല്ലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് സച്ചിനെ വിളിച്ചിട്ട് ഇങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് ഓട്ടോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ആ ഓട്ടത്തിന് വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയും അമ്മയും മോനും മാത്രമായി ആ വീട്ടിൽ അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തേക്കുമാണ് അവിടെ വേറൊരു സ്ഥലത്ത് 8ന്റെ പണി നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് നമ്മുടെ വീരാനിക്ക കയറി വരുന്നുണ്ട്. വീരാനിക്ക കയറി വരുന്നത് നമ്മുടെ രേവതി കണ്ടിട്ടാണെന്ന് തോന്നുന്നു. രേവതിയും വീരാനിക്കയുടെ പുറകെ ആ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. വീരാനിക്കയെ നമ്മുടെ രേവതി കണ്ടാൽ പിന്നെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.